പ്രതിഷേധങ്ങൾക്കിടെ വിദ്വേഷ പ്രസംഗം ആവർത്തിച്ചും കേസെടുക്കാൻ വെല്ലുവിളിച്ചും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എറണാകുളം പള്ളുരുത്തിയിൽ തന്നെ ആദരിക്കുന്ന ചടങ്ങിൽ മന്ത്രി VN വാസവനെയും മറ്റ് രാഷ്ട്രീയ നേതാക്കളെയും വേദിയിലിരുത്തിയാണ് വെള്ളാപ്പള്ളി നിലപാട് ആവർത്തിച്ചത്. പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും, ഇന്നും പറയും, നാളെ പറയും. എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്തമെടുത്ത് എറിഞ്ഞാലും ഞാൻ പറയാറില്ല. അവർ 24 മണിക്കൂറും ജാതി മാത്രം പറയും, ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ആണ് എന്നെ ജാതിക്ക് പൗരമായി പറയുന്നത്. വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്നയാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നായിരുന്നു ചടങ്ങിൽ മന്ത്രി VN വാസവന്റെ പുകഴ്ത്തൽ. 56 വയസ്സിന് ശേഷം പൊതുരംഗത്തേക്ക് കടന്നു വന്ന് അദ്ദേഹം ഇന്ന് 30 വർഷക്കാലം പിന്നിടുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്രമ ജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജ്ജസ്വലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ പദവിയൊക്കെ എത്തിച്ചു എന്നുള്ളതാണ് ആയിരിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചുമതലയേക്കുന്ന കാലഘട്ടത്തിൽ കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ കിടന്നിരുന്ന SNDP യോഗത്തെ നന്നായി കുത്തിക്കെട്ടി ഒരു പുസ്തകമാക്കി രൂപാന്തരപ്പെടുത്തി അടുക്കും ചിട്ടയുമുള്ള ഒരു സംഘടനയാക്കി മാറ്റി SNDP യോഗം ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നേതൃത്വപരമായ പങ്ക് വഹിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നല്ല. വിദ്വേഷ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തി. സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം. ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്, അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നറേറ്റീവാണ്. ഈ സാധനം അദ്ദേഹം ഡൽഹിയിൽ PR ഏജൻസികളെ കൊണ്ട് പറയിപ്പിച്ചതും ഹിന്ദുവിൽ ഡൽഹിയിൽ കൊടുത്ത ഇന്റർവ്യൂവും കേരളത്തിലെ CPM നേതാക്കൾ മലപ്പുറത്തിനെതിരായിട്ടുള്ള വ്യാപകമായി പ്രചരണം നടത്തി. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിക്കുന്നതാണ്. സർക്കാരാണ് മറുപടി പറയേണ്ടത് ഈ വിഷയത്തിലൊക്കെ. പച്ചക്ക് എന്ത് കമ്മ്യൂണൽ വർഗീയതയും പറയാൻ ഈ സംസ്ഥാനത്ത് പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. പച്ചക്ക് വർഗീയത പറയാവോ? അത് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റാണ്. ഭരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ കാര്യത്തിന് മറുപടി പറയേണ്ടത്. അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പൊ ഇതുപോലെ ഒരു വാക്ക് മുസ്ലിം ലീഗ് നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓനൊരു നിമിഷം ലീഗിലുണ്ടാവില്ല. വെള്ളാപ്പള്ളി നടേശനെതിരെ സമസ്തയും രംഗത്തെത്തി. അതേസമയം കാന്തപുരത്തെ അവഹേളിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ മതസൗഹാർദ്ദത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് ശ്രീനാരായണ ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, ഇന്നലെ അദ്ദേഹം കോട്ടയത്ത് നടത്തിയ പരാമർശം അത് അങ്ങേയറ്റം മോശമായിരുന്നു. സ്ത്രീകളെക്കുറിച്ചൊക്കെ ഉൾപ്പെടെ അദ്ദേഹം മോശം പരാമർശമാണ് ഇന്നലെ നടത്തിയത്. ഇന്ന് നമ്മൾ കാണുന്നത് മറ്റൊരു രീതിയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറിയായി 30 വർഷം തികയ്ക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങ്. ആ ചടങ്ങിൽ എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, VN വാസവൻ മാത്രമല്ല, കോൺഗ്രസ് BJP നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. VD സതീശൻ ഒപ്പം നിന്ന, നേരത്തെ വിമർശിച്ചുകൊണ്ട് VD സതീശൻ പറയവേ ഒപ്പം നിന്ന ഹൈബീഡനും ആ ചടങ്ങിൽ അദ്ദേഹത്തെ ആദരിച്ചയാളാണ്. അങ്ങനെ എന്താണ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇക്കാര്യങ്ങളിലൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ആവർത്തിച്ച് ലീഗൊക്കെ ചോദിക്കുന്നു, പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. വ്യക്തിപരമായി ആയിരിക്കാം ഒരു പക്ഷേ. എന്താണ് നമ്മൾ ഇതിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? സർക്കാർ മറുപടി പറയണം, സർക്കാർ നയം വ്യക്തമാക്കണം എന്ന് ലീഗ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവശ്യപ്പെടുന്ന വേളയിൽ അനുജ, മുഖ്യമന്ത്രി മുൻപൊരിക്കൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ ഇപ്പോൾ ഓർക്കുന്നുണ്ടാകും ഇത് കാണുന്ന സാധാരണ പ്രേക്ഷകർ. കാരണം 4 വോട്ടിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളല്ല ഞങ്ങൾ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഒരുപക്ഷെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ഓർക്കുന്നുണ്ടാകും. എന്തായാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ അടക്കം നടത്തിയിട്ടുള്ള വിവാദ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, തനിക്കെതിരെ കേസെടുക്കുമെന്നുള്ള വെല്ലുവിളി കൂടി ഉയർത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന് കേരളത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ സാധിക്കുന്നെങ്കിൽ അതിനെ തനിക്ക് ശക്തമായിട്ടുള്ള പിന്തുണ പുറത്തുനിന്ന് ലഭിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടായിരിക്കണം അത്. എന്തായാലും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി വിമർശനങ്ങളുമായി രംഗത്ത് വരികയാണ്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം, ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അടക്കം പറയുന്ന കാര്യം. അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവും ഇന്ന് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. അതേസമയം
കാന്തപുരത്തെ അവഹേളിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ മതസൗഹാർദ്ദത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതായിരുന്നു ശ്രീനാരായണ ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലന്റെ പ്രതികരണം. പരിശോധിച്ച ശേഷം മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് PM മുഹമ്മദ് റിയാസ് കൈ കഴുകിയപ്പോൾ പക്ഷേ VN വാസവൻ ഇദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ വെച്ച് വാനോളം പുകഴ്ത്തുകയാണ്. ഇത് എന്ത് സന്ദേശമാണ് കേരളത്തിന് നൽകുന്നത് എന്നുള്ളത് ആളുകൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഒരു ഭാഗത്ത് നിന്ന് ഇതിനു മുൻപ് മലപ്പുറം പരാമർശം നടത്തിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി പൊന്നാടി അണിയിച്ച് അദ്ദേഹത്തെ ആദരിച്ചത് എന്നതും നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഈ വിഷയത്തിൽ പാണക്കാട് തങ്ങളുടെ ഒരു പ്രതികരണം അല്പസമയം മുൻപ് വന്നു, അതുകൂടി കേൾക്കാം. ജനങ്ങളത് ഏറ്റെടുക്കാനും പോകുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൗഹൃദത്തിൻ്റെ അന്തരീക്ഷമാണ്. അതിനെ ഇത്തരത്തിലുള്ള വിഷലിപ്തമായ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. സർക്കാർ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ഭരണകൂടമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പലർക്കും പലതും വിളിച്ചു പറയാൻ തോന്നിക്കൊണ്ടിരിക്കുന്നത്.